നമസ്കാരം. എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മാർച്ച് 22 ലോക ജലദിനമാണ്. ലോക ജലദിനം എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, വരൾച്ച രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെയധികം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷം UN വാട്ടർ കൊണ്ടുവന്നിരുന്ന തീം തന്നെ ഫോർ വേൾഡ് വാട്ടർ ഡേ ഇസ് വേസ്റ്റ് വാട്ടർ. അതായത് നമ്മളുടെ വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക, വൈ വേസ്റ്റ് വാട്ടർ എന്നുള്ള ഒരു ചോദ്യവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു തീമാണ് ഈ വർഷത്തെ. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം. 22-ാം തീയതിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, അറിയോ? അറിയാം, എന്റെ കോ ആങ്കറിന്റെ ബർത്ത്ഡേ ആണ്. അതെ അതെ. അപ്പൊ എന്റെ ബർത്ത്ഡേയും ലോക ജലദിനവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ദിവസത്തിൽ ആ ദിവസത്തിന്റെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായിട്ടും. വിവിധ മേഖലകളിൽ സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആ മേഖലകളിൽ ഓരോ മേഖലകളിലും വിജയിച്ച സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് ജോമീനീത്. ഞാൻ ലോറ പഠിക്കുന്ന ഓൺലൈൻ ഒരു സ്ഥാപനം നടത്തുകയാണ്. ഞാൻ ഈ ഓൺലൈൻ ഫീൽഡിലേക്ക് വരാൻ കാരണം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സാഹചര്യത്തിൽ ഷോപ്പായിട്ട് റൺ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. സാരി ബ്ലൗസ്, സൽവാർ, കുർത്ത, പിന്നെ ഡിസൈനർ സാരീസ്, ഗൗൺ, എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതലും ഫിറ്റിങ്ങിൻ്റെ ഒരു ഇതിലാണ് ഓൺലൈനിലേക്ക് വരാനായിട്ട് കൂടുതലും താല്പര്യം പ്രകടിപ്പിച്ചത്. ആദ്യം പുറത്തുള്ള കസ്റ്റമേഴ്സ് മെഷർമെൻറ്റ്സ് അയച്ചു തന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഓൺലൈൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് കസ്റ്റമേഴ്സ് നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് വന്ന് മെഷർമെൻറ്റ്സ് തരും. പിന്നെ ഓരോ പ്രാവശ്യം അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെയുള്ള അടുത്തുള്ളവർക്കൊന്നും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നുള്ളത് അത് അറിയില്ല. കൂടുതലും പുറത്തുള്ളവരും പിന്നെ ഓരോരുത്തർ അറിഞ്ഞ് അവരുടെ കോൺടാക്റ്റിൽ വരുന്നവരാണ് കൂടുതലും ചെയ്യുന്നത്. സാരിയും ബ്ലൗസുമാണ് ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്ലൗസ് ഒരു പ്രാവശ്യം പെർഫെക്റ്റായിട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഒരുപാട് ആളുകൾ അറിഞ്ഞ് വന്നിട്ട് അങ്ങനെ കൂടുതലും ബ്ലൗസാണ് ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ സാരി എംബ്രോയ്ഡറി, കുർത്തീസ്, കോട്ടൺ കുർത്തീസും ഒരുപാട് സെയിലാകുന്നുണ്ട്. കോട്ടൺ കുർത്തീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ കോട്ടൺ അധികം സൽവാർ അധികം ആരും യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാടും കോട്ടണിലേക്ക് ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും കോട്ടൺ ഫാബ്രിക്സാണ് ഇപ്പോൾ കൂടുതലും കുർത്തീസ് ചെയ്യുന്നതും. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം കോട്ടനാണ് കൂടുതലും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ളവർ NRIs ആണെങ്കിലും കൂടുതലും കോട്ടൺ ഫാബ്രിക്സാണ് ചൂസ് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. ഞാനൊരു 19 വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ശേഷം ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യായിരുന്നു. ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ശേഷം പാരീസ് ബൊട്ടീക്കിലാണ് ആദ്യം ഡിസൈനറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു 4 വർഷം ഡിസൈനറായിട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഹസ്ബൻഡൊപ്പം ദുബായിലായിരുന്നു. അവിടെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്തു. തിരിച്ചു വന്നപ്പോഴും പിന്നെയും ബൊട്ടീക്കിൽ ഡിസൈനറായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ വീട്ടിൽ തനിച്ചായത് കാരണം പുറത്ത് പോയി ജോലി എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണമാണ് പിന്നീട് വീട്ടിൽ തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യാമെന്ന് ആലോചിച്ച് ഓൺലൈൻ ബിസിനസ്സിലേക്ക് വന്നത്. പിന്നെ സ്വന്തമായിട്ട് ചെയ്തപ്പോഴാണ് കൂടുതലും ഇതിനെക്കുറിച്ച് അറിയാനും ബിസിനസ് എന്താണെന്ന് പഠിക്കാനൊക്കെ പറ്റിയത്. പുറത്ത് വർക്ക് ചെയ്ത ശേഷം നമുക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് മാത്രമായിരുന്നു കൂടുതൽ അറിയാനും അങ്ങനെ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ചെയ്തപ്പോൾ നമുക്ക് ബിസിനസ് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ വേണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അങ്ങനെ ഇനിയിപ്പോൾ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യൽ എന്താണ്, അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനിടയായത്.
100% കൂടുതലും നന്നായിട്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. 100% നന്നായിട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫിറ്റിംഗ് ആണെങ്കിലും എന്തായാലും അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം 100% നന്നായിട്ട് അതുകൊണ്ടാണ് കൂടുതലും കസ്റ്റമർ പിന്നെയും അറിഞ്ഞു വരുന്നത്. ഞങ്ങൾ അല്ലാതെ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ആളുകൾ പറഞ്ഞറിഞ്ഞിട്ട് തന്നെയാണ് കൂടുതലും കസ്റ്റമർ ഇവിടെ വരുന്നതും. അങ്ങനെയാണ് കൂടുതൽ ആളുകളും കസ്റ്റമർ വരാനുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 50% കസ്റ്റമർ അവർ ഗൂഗിൾ ചെയ്ത് അവർ സ്വന്തമായിട്ട് ഡിസൈൻസ് കൊണ്ടുവന്ന് പിന്നെ നമ്മളതിനെ കൂടുതൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. പുറത്തുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് കൂടുതലും. നിങ്ങളുടെ ഇഷ്ടത്തിന് ജോമിയുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ അതനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള 50% അവരും സ്വന്തമായിട്ട് ഒരു ഐഡിയ ആയിട്ടാണ് എപ്പോഴും വരുന്നത്. പിന്നെ നമ്മളതൊന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഡിസൈഡ് ചെയ്തത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മാച്ച് ചെയ്യുന്ന ഡിസൈനാണ്. ഇതിപ്പോൾ പുതിയ ഡിസൈനോ പഴയ ഡിസൈനോ അങ്ങനെയില്ല. ഓരോ കസ്റ്റമറിനും മാച്ച് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഡിസൈൻ ചൂസ് ചെയ്യുന്നതും. തുടക്കത്തിൽ പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ എല്ലാവർക്കും ലേഡീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഉള്ളത് കാരണം വീട്ടിൽ തുടങ്ങാം, അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ വീട്ടിൽ ചെയ്യായിരുന്നു. ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് കൂടുതലും. പുറത്തുള്ള കസ്റ്റമേഴ്സിന് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെയുള്ള കസ്റ്റമറുടെ ഓർഡറും കൂടുതലും ചെയ്യുന്നുണ്ട്. അത് ഓരോ ക്ലൈമറ്റും ഓരോ സീസണും ഓരോ ഇതനുസരിച്ച് ഫാഷനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഡിസൈൻസ് എപ്പോഴും മാറി അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ല, ഓവറായിട്ട് എപ്പോഴും സ്റ്റോക്കൊന്നും എടുത്ത് വെക്കാറില്ല. കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് ഫ്രഷ് പീസ് എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് ചെയ്യുന്നത്. പിന്നെ വെഡ്ഡിങ് ഓർഡേഴ്സ്, പാർട്ടി വെയർസ് എല്ലാം ചെയ്യാറുണ്ട്. പാർട്ടി ഗൗൺസ് അല്ലാതെയുള്ള വെഡ്ഡിങ് ഓർഡറുകളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം മാഗസീൻ വർക്ക് അങ്ങനെയെല്ലാം തരത്തിലുള്ള വർക്കും ചെയ്യാറുണ്ട്. ഫാമിലി ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. കൂടുതലും ഫാമിലി മോളും ഹസ്ബൻഡും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു ബൊട്ടീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുത്തതും അതുകൊണ്ടാണ്. നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. പിന്നീട് ഇതിൽ വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ സാധ്യതകളും കുറവുകളെല്ലാം മനസ്സിലാവുന്നതും. പിന്നെ നമ്മൾ സ്റ്റാഫിനോടാണെങ്കിലും അതും എങ്ങനെയായിരിക്കണം പ്രൊഡക്ഷൻ എല്ലാം അറിയുന്നതും ഇതിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ ഈ ഫീൽഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിലും ഒരു ഓവർ ടൈം വർക്ക് വേണമെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്കിപ്പോൾ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണോ എല്ലാം അറിയാൻ പറ്റുമോ, ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരുപാട് ബൊട്ടീക്ക് തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 year ആയി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. ഒരു 12 year എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്തതിൻ്റെ. പിന്നെ ഒരു 3 year ആയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നു. എല്ലാവരും ഈ ഫീൽഡിൽ ഇല്ലാത്തവരാണ് കൂടുതലും ബൊട്ടീക്ക് തുടങ്ങുന്നതും. കുറേ കഴിയുമ്പോൾ അവർ നിർത്തും. പക്ഷെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള കാരണം പിന്നെ നമുക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു വർക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങിയിട്ടില്ല. കസ്റ്റമർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. വേറെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കസ്റ്റമറുടെ ഭാഗത്തൊന്നും വേറെ അങ്ങനെ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് റൺ ചെയ്യുന്നത്. ഫ്യൂച്ചർ ഇനിയിപ്പോൾ ഓൺലൈൻ തന്നെ നന്നായിട്ട് വലിയ രീതിയിൽ ഓൺലൈൻ വർക്ക് ചെയ്യണമെന്നാണ്. ഇല്ലെങ്കിൽ ഒരു ഡിസൈനർ ബൊട്ടീക്ക്, അതാണ് ഒരു ഡിസൈനർ ബൊട്ടീക്കാണ് കൂടുതലും കസ്റ്റമൈസ് ഓർഡർ ചെയ്യുന്ന ഡിസൈനർ ബൊട്ടീക്കാണ് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. പക്ഷേ തുടർന്നാരും അതിലേക്ക് വന്നതിന് ശേഷം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പിന്നീട് തുടർന്നാരും പോകുന്നില്ല. കുറേ കുട്ടികൾ വരും, പിന്നെ കുറേ കഴിയുമ്പോൾ
വേറൊരു ഫീൽഡിലേക്ക് പോകുന്നതാണ്. കാരണം ആദ്യം എല്ലാവർക്കും സ്റ്റാർട്ടിങ് ഏത് ഫീൽഡായാലും കുറച്ച് ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും, എന്നാലും മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാവരും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിർത്തി വേറൊരു ഫീൽഡിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഒരു നല്ലൊരു കഴിവുള്ള ആളാണ്, തുടർന്ന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ, കഴിവുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ നന്നായിട്ട് ഷൈൻ ചെയ്യും, നല്ലൊരു ഭാവി ഉണ്ടാകുന്നൊരു